ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതുവിനെ ഗോവിന്ദന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ ഞങ്ങൾക്കേ കഴിയൂ എന്നും പറഞ്ഞുകൊണ്ട് ഭദ്രനും അതുപോലെ തന്നെ വിലാസിനിയും കൂടി ഇരുന്ന് വില പേശുക. അപ്പോൾ അവളെ ഞങ്ങൾ ഈ ഒരു ജീവിതത്തിൽ നിന്നും പടിയിറക്കി കൊണ്ടുപോയാൽ ഞങ്ങൾക്ക് എന്ത് തരും, അല്ലെങ്കിൽ അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താണ് ഗുണം എന്ന് അച്ഛനും അമ്മയും കൂടെ ചോദിക്കുമ്പോൾ ഗീതുവിനെ ഗോവിന്ദന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 കോടി രൂപ നഷ്ടപരിഹാരമായിട്ട് തരുമെന്ന് രാധിക പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അയ്യോ അത് ഇച്ചിരി കുറഞ്ഞു പോയെന്നായി ഭദ്രൻ. ഇത് കേട്ടപ്പോൾ വിലാസിനി അന്താളിച്ചിങ്ങനെ ഈ ഭദ്രനെ നോക്കൂ കേട്ടോ, ഇയാൾക്ക് ഭ്രാന്താണോ എന്നുള്ള രീതിയിൽ 5 കോടി രൂപയൊന്നും മതിയാവില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും എടി ഒരു 10 കോടി രൂപ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ 5 കോടി രൂപ സമ്മതമാണെങ്കിൽ മാത്രം ഇനി സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞു ഈ രാധിക. അപ്പോഴേക്കും അല്ല അത് പറ്റത്തില്ലെന്ന് ഭദ്രൻ പറയാൻ തുടങ്ങിയപ്പോഴേക്കും സമ്മതമാണ് എന്നും പറഞ്ഞുകൊണ്ട് ചാടി വിലാസിനി അങ്ങ് സമ്മതിച്ചു. അത് കേട്ടപ്പോൾ അമ്മയ്ക്കും മോനും ഒത്തിരി സന്തോഷമായി. പക്ഷേ ഒരു അഡ്വാൻസ് തുക വേണം എന്നും വിലാസിനി പറയാം, എന്നാലേ ഡീൽ ഉറപ്പിക്കത്തുള്ളെന്നൊക്കെ. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരി അങ്ങനെയെങ്കിൽ അങ്ങനെ. അപ്പോൾ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും 10% വെച്ച് ഞങ്ങൾക്ക് ഉറപ്പ് വേണം എന്നൊക്കെ പറയുവാണ്, അതായത് ക്യാഷിൻ്റെ കാര്യത്തിൽ. അപ്പോൾ 5 കോടിയുടെ 10% അഡ്വാൻസ് ആയിട്ട് തരാമെന്ന് രാധിക ഇവരോട് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്കത് വിശ്വാസമായി. 50 ലക്ഷം രൂപ ഇപ്പം കയ്യിലേക്ക് തരും. അപ്പം ഗീതു സമ്മതമായി എന്ന് പറഞ്ഞ് ആ ഫോം പൂരിപ്പിച്ച് ഞങ്ങളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ 50 ലക്ഷം രൂപ നിങ്ങളുടെ കൈകളിലേക്ക് എത്തും. അത് കഴിഞ്ഞിട്ട് ബാക്കി തുക ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തരും എന്നുള്ള കാര്യം രാധിക പറയാം. അത് കേട്ടപ്പം ഇവർക്ക് സന്തോഷമായി. ഓക്കെ വച്ചു ഇവർ. അതും പറഞ്ഞ് അങ്ങനെ ഗീതുവിനെ മുട്ടുകുത്തിക്കുമെന്നും പറയുവാണ്. ഗീതുവിനെ ഏത് പേപ്പറിലും ഒപ്പിടുന്ന രീതിയിലാക്കി തരുമെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവരിങ്ങനെ പറയുമ്പോൾ എൻ്റെ അമ്മേ ഇതൊക്കെ അമ്മ എന്ത് ഈ പറയണേന്ന് ചോദിച്ചു അവരങ്ങ് പോയി കഴിഞ്ഞപ്പോൾ. അമ്മ ഇപ്പോൾ അവർ ഗീതുവിനെ മയക്കിയെടുത്ത് ഒരു പക്ഷേ ഈ ഒരു സൈൻ മേടിച്ചാലും കോടതിയിലെത്തുമ്പോൾ ഗീതു മാറ്റി പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിക്കുക. അപ്പോൾ അത് നിഷേധിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പം ഈ കേസ് എത്രയും പെട്ടെന്ന് കോടതിയിലെത്താനാണ് അവളുടെ സമ്മതപത്രം എന്നുള്ള കാര്യം രാധിക പറയുക. കോടതിയിലെത്തുന്ന ഗീതുവിനെതിരെ നമ്മുടെ വക്കീൽ ആരോപിക്കുന്നത് അവളുടെ സ്വഭാവ ദൂഷ്യമൊന്നും ആയിരിക്കില്ല, അവളുടെ മാനസിക രോഗമാണെന്നുള്ള കാര്യങ്ങളും പറഞ്ഞു. അതൊക്കെ കേട്ട് വരുൺ ഇങ്ങനെ നിൽക്കുക. ആദ്യം ഡിവോഴ്സിന് സമ്മതിച്ച് ഒപ്പിട്ട് തന്നതും പിന്നെ കോടതിയിൽ വന്ന് മാറ്റി പറഞ്ഞതും ഗീതുവിൻ്റെ രോഗലക്ഷണമാണെന്ന് വരുത്തി തീർത്തോളും. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, അതിന് വേണ്ടുന്നൊക്കെ അവർ ചെയ്തോളും. അതിനു വേണ്ടിയുള്ളതാണ് നമ്മൾ ഭദ്രന് കൊടുക്കുന്ന 50 ലക്ഷം രൂപ. ചീള കേസല്ലേ എന്നൊക്കെ ഇരുന്ന് പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ആ പ്ലാൻ നടത്തുന്നു. ഈ സമയത്ത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രിയയെയും അതുപോലെ തന്നെ ഗീതുവിനെയുമാണ്. അപ്പോൾ ഇവരുടെ ജീവിതം ഇങ്ങനെയാകാൻ താനാണ് കാരണം എന്നുള്ള കാര്യം പ്രിയ പറഞ്ഞപ്പം ഒരിക്കലും നീയല്ല, അത് വിധിയാണെന്ന് ഗീതു പറഞ്ഞു. ഒരിക്കലും അല്ല, അതെൻ്റെ സ്വാർത്ഥത കൊണ്ട് സംഭവിച്ചു പോയതാണെന്ന് പ്രിയ അന്നേരം ഗീതുവിനോട് പറയുക. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നു. എനിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കല്യാണം നടന്നത് എന്നൊക്കെ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രിയ സംസാരിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയൊന്നും കൂടെ നിർത്തേണ്ട ആളല്ല ജീവിത പങ്കാളി, നമ്മളെ സ്നേഹത്തോടെ കൂടെ നിർത്തണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് ചേച്ചി എത്ര നാൾ പോകും, എത്ര നാൾ പിടിച്ചു നിൽക്കും എന്ന് പ്രിയ ചോദിച്ചു ഗീതുവിനോട്. ജോയിൻ്റ് പെറ്റീഷൻ ആണെങ്കിൽ പോലും വിധി വരാനായിട്ട് 6 മാസം എടുക്കും. അപ്പോൾ വൺ സൈഡ് പെറ്റീഷനിൽ വിവാഹമോചനത്തിന് ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാനൊരു മാനസിക രോഗിയാണെന്നോ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ എന്നെ കുറ്റക്കാരിയാണ് എന്ന് കണ്ട് അവർക്ക് തെളിയിക്കാൻ, എതിർഭാഗത്തിന് തെളിയിക്കാൻ പറ്റിയാൽ മാത്രമേ ഒരു ഡിവോഴ്സ് സംഭവ്യമാവുകയുള്ളൂ എന്ന് ഗീതു പറയുക. അപ്പം അങ്ങനെ ഡിവോഴ്സ് കിട്ടണമെങ്കിൽ കുറേ നാൾ പിടിക്കും. ആ ഒരു സമയത്തിനിടയിൽ രാധികാമ്മയ്ക്ക് ഒന്നും തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് തെറ്റായ ഒരു ഇതായി പോകും. അതുകൊണ്ട് അങ്ങനെ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറം നീ അറിയാത്തതായിട്ടൊരു രഹസ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പം എന്ത് യാഥാർത്ഥ്യമാണ് ചേച്ചി എന്ന് ചോദിക്കുക പ്രിയ. അത് നീ പറയണ്ടെന്ന് നേരം ഗീതു പ്രിയയോട് പറഞ്ഞു. അത് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ പ്രിയ അത് അറിഞ്ഞേ പറ്റുള്ളൂ. പക്ഷേ ഈ കേസ് കോടതിയിലെത്തിക്കാൻ ഗോവിന്ദേട്ടനും അതുപോലെ രാധികാമ്മയ്ക്കല്ലേ വാശി. അവരുടെ വാശി വിജയിക്കട്ടെ, വെറുതെ നടക്കാം എന്ന് മാത്രമേ ഉള്ളൂ, ഫലമൊന്നും കിട്ടാൻ പോകുന്നില്ല. നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവേണ്ട, എൻ്റെ പൊന്നുമോള് നിരാഹാര സമരമൊക്കെ വിട്ടേക്കാൻ പറഞ്ഞു, ഇത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണെന്നും പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് പ്രിയെ. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് വിലാസിനിയും ഭദ്രനും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ഗീതുവിനെ എങ്ങനെ വശത്താക്കി എടുക്കും, ഗീതുവിനെ എങ്ങനെ അതാക്കി എടുക്കും എന്നോർത്ത്. പക്ഷെ നമുക്ക് ഗീതുവിനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം. ആ പ്രിയ കൂടെ ഉള്ളതുകൊണ്ട് ഒരു കാര്യവും നടക്കില്ല എന്ന് അച്ഛനും അമ്മയും മനസ്സിലാക്കി അവരവിടെ നിന്ന് അങ്ങനെ പറയാം. എന്നിട്ട് ഇവരുടെ രണ്ടുപേരുടെയും സംസാരവും ഇവരുടെ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള ഇരിപ്പും നടപ്പും ഇതെല്ലാം മാറി നിന്ന് ഇവർ രഹസ്യമായി വീക്ഷിക്കുന്നു. എങ്ങനെയെങ്കിലും ഗീതുവിനെ നമുക്ക് ഇങ്ങനെ ഒരു വഴിക്ക് കൊണ്ടുവരണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ആ സമയത്ത് പ്രിയയെ കൊണ്ട് ആ ഉപവാസം ഗീതു അവസാനിപ്പിച്ചെന്നാണ് തോന്നുന്നതെന്ന് ഇവർ രണ്ടുപേരും ഇരിപ്പൊക്കെ കണ്ടപ്പോൾ അങ്ങനെ
ആ ഒരു ഇതിൽ പറയുക. അപ്പോൾ കുറച്ച് നാളായിട്ട് കണ്ണിന് ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ട് എനിക്ക് കണ്ണിന് തീരെ കാഴ്ച കിട്ടുന്നില്ലെന്ന് ഭദ്രൻ അന്നേരം വിലാസിനിയോട് പറയുക. അല്ലാതെ എഴുത്തും വായന അറിയാത്തത് കൊണ്ടല്ലല്ലേ എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ പൊന്നൊടി നീ എന്നെ കുറ്റം പറയാത്തത് നോക്കാൻ പറഞ്ഞു ഭദ്രൻ. ഉപവാസം അവസാനിപ്പിക്കാൻ വേണ്ടി അവർ രണ്ടുപേരും കൂടി വരുമ്പോൾ നമുക്ക് അവർക്ക് ജ്യൂസ് കൊടുക്കാം, അപ്പോൾ ഒരു ജ്യൂസ് എനിക്കും ആകാം. അപ്പോൾ എൻ്റെ മനുഷ്യ ഒന്നും മിണ്ടാതിരി, ഗീതുവിന് കൊടുക്കുന്ന ജ്യൂസിലും മയക്കുപൊടി ചേർത്ത് കൊടുക്കാമെന്ന് അമ്മ. ശരിയാ, എന്നാലേ നമുക്ക് പോയി അത് റെഡിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മോള് വെറുതെ ഇതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ഈ ഉപവാസമൊക്കെ അവസാനിപ്പിച്ച് എന്തെങ്കിലും പോയി കഴിക്കാം അല്ലെങ്കിൽ കുടിക്കാം എന്ന് പറഞ്ഞ് ഗീതു ഈ സമയം നോക്കി പ്രിയെ കൂട്ടിക്കൊണ്ട് പോകും. അപ്പോഴേക്കും അവിടെ ജ്യൂസ് അടിക്കലങ്ങ് തുടങ്ങി, ഭയങ്കര ജ്യൂസ് അടിക്കലും കാര്യങ്ങളുമാണ്. അപ്പോഴേക്കും പ്രിയയും ഗീതുവായി സംസാരിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും അവരുടെ പട്ടിണി സമരം ഇന്ന് അവസാനിപ്പിക്കും, അതുകൊണ്ട് രണ്ടുപേരും കൂടി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരും, അപ്പോൾ ഇതങ്ങ് കൊടുക്കണം എന്നും പറഞ്ഞ് ഇവരത് റെഡിയാക്കുന്നു. എൻ്റെ പൊന്നു മോളെ നീ എന്തൊക്കെയാടി ഈ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. അതെ, ഇതങ്ങനെ മാറിപ്പോകുമോ? എവിടെ മാറിപ്പോകാൻ, ഗീതുവിന് കൊടുക്കുന്നതിൽ മാത്രമേ ഞാൻ മയക്കുപൊടി ചേർക്കുന്നുള്ളൂ. ആ മയക്കുപൊടി എങ്ങാനും കൂടുതൽ പ്രവർത്തിച്ചാലേ അവൾ ആ സ്പോട്ടിൽ തലകറങ്ങി വീഴും. അതൊക്കെ കൃത്യമായിട്ട് ഞാൻ ഗീതുവിന് തന്നെ കൊടുത്തോളാം, കൊടുക്കേണ്ട രീതിക്ക് കൊടുത്തോളാം, നിങ്ങൾ അതിൽ ടെൻഷൻ അടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ഈ ഒരു സമയത്ത് അവർ തമ്മിൽ ചെയ്യുന്നു. എന്നിട്ട് അളവൊക്കെ ഭദ്രനോട് തന്നെ വിലാസിന് ചോദിക്കാം, മതിയോ എന്നൊക്കെ ചോദിച്ച്. സ്പൂണുള്ളത് ഗീതുവിന്, മറ്റേത് പ്രിയയ്ക്ക് പോരേന്ന് ചോദിച്ചു. സ്പൂൺ മാറ്റിയിടരുതേ മോളെ, എൻ്റെ പൊന്നു ഭദ്രേട്ട അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുമ്പോഴേക്കും ഗീതുവും പ്രിയയും കൂടി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ വന്നപ്പോൾ ജ്യൂസ് ഇരിക്കല്ലേ, അപ്പോൾ പ്രിയയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ എടുക്കാൻ പറഞ്ഞു നമ്മുടെ ഗീതു വന്നിട്ട്. അപ്പോൾ നിരാഹാരമൊക്കെ അവസാനിപ്പിച്ചോന്ന് ചോദിച്ചു ഭദ്രൻ. ഇവള് നിരാഹാരം നടത്താതിരിക്കാനാ ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞതെന്ന് ഗീതു അന്നേരം പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പട്ടിണി സമരം അവസാനിപ്പിച്ചെന്നും പറഞ്ഞു. അപ്പോൾ അതെനിക്ക് അറിയാവുന്നത് കൊണ്ടേ നിങ്ങൾക്ക് രണ്ടുപേർക്കും അമ്മ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിലാസിനെ അങ്ങ് കൊടുക്കുക. അപ്പോൾ ഈ ജ്യൂസ് എടുത്ത് കൊടുത്തപ്പോഴേക്കും ജ്യൂസ് വിലാസിനിക്ക് തന്നെ മാറിപ്പോയി. നീ എന്താ ഈ കാണിക്കുന്നത്, ഇത് ആദ്യം ഗീതുമോൾക്ക് കൊടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഈ സ്പൂൺ ഇട്ടത് ഗീതുവിന് തന്നെ കൊടുക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നു. അങ്ങനെ ആ സമയത്ത് ഇവർ തമ്മിൽ കുടിക്കാനെടുത്തപ്പോഴേക്കും ഗീതുവിൻ്റെ ജ്യൂസ് വേഗം തന്നെ ഗീതു പ്രിയയ്ക്ക് കൊടുക്കുക. അയ്യോ, രണ്ടുപേരും പെട്ടില്ലേ, ഇതങ്ങനെ അങ്ങ് മാറിപ്പോയാലോ. അപ്പോൾ അങ്ങനെ കിടന്ന് പപ്പ വയ്ക്കുകയാണേ. പിന്നെ രണ്ടുപേരും കൂടി അതെങ്ങനെയൊക്കെയോ കറക്കി തിരിച്ച് രണ്ടുപേരുടെയും കയ്യിൽ അതാത് ജ്യൂസ് എത്തിച്ചു. അങ്ങനെ പ്രിയമോളോട് അത് കുടിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഗീതുവിനെ കൊണ്ട് അത് കുടിപ്പിച്ചു. അങ്ങനെ അവിടെ കിടന്ന് രണ്ടുപേരും കൂടെ വല്ലാണ്ട് അങ്ങോട്ട് ഉരുണ്ട് മറിഞ്ഞ് കിടന്ന് മെഴുകി എങ്ങനെയൊക്കെയോ കുടിപ്പിച്ചു. അപ്പോൾ അമ്മയോടും അച്ഛനോടും ഇച്ചിരിച്ച് ജ്യൂസ് കുടിച്ചോളാൻ പറഞ്ഞപ്പം ഞങ്ങൾക്ക് ജ്യൂസ് ഇഷ്ടമേ അല്ല മക്കളെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനും അമ്മയും കൂടെ പറയാം കേട്ടോ. കാരണം എങ്ങാനും രണ്ടെണ്ണം കുടിച്ച പണി പാളുമല്ലോ, അങ്ങനെ ആ ഒരു ഇത്. അപ്പം അങ്ങനെ ആ ഒരു സാഹചര്യം അവിടെ ഇങ്ങനെ നടക്കുന്നു. ഈ സമയത്ത് ഗീതുവിനെ നിർബന്ധിച്ച് പ്രിയ കുടിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതിനെന്തൊരു ചവർപ്പുണ്ടല്ലോ എന്ന് ഗീതു പറഞ്ഞു. ചവർപ്പുള്ള ജ്യൂസേ സൂപ്പറാ മോളെ, ശരീരത്തിന് നല്ലതാ, മോള് കുടിച്ചോന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഗീതുവിനെ കുടിപ്പിക്കുക. അങ്ങനെ രണ്ടുപേരും കൂടി ഭദ്രൻ്റെയും വിലാസിനുടെയും മുന്നിൽ നിന്ന് ജ്യൂസ് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഗീതുവിൻ്റെ ഭാവം അങ്ങ് മാറി. അപ്പോൾ ഗീതു വീട്ടിൽ ജ്യൂസ് കുടിച്ചിട്ടിരിക്കുന്നു. ഈ സമയത്ത് വിഷമം സഹിക്കാതെ ഗോവിന്ദൻ പുറത്തു പോയി മദ്യപാനവും ഒക്കെ കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് വരുന്നത്. മൊത്തത്തിൽ ജഗ പുകയാ. എന്തായാലും ഗോവിന്ദനെ കൂട്ടായിട്ട് അജാസ് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതേ അജാസിനോട് ഗോവിന്ദൻ്റെ കൂടെ ഇരുന്ന് കുടിക്കാൻ പറഞ്ഞു. അയ്യോ, സാറിൻ്റെ മുന്നിലിരുന്ന് ഞാൻ കുടിക്കില്ലെന്ന് അജാസ്. അപ്പോൾ മദ്യപിക്കുമ്പോൾ തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ ഇല്ല, കുടിക്ക അജാസ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അജാസിനെ കുടിപ്പിക്കാം. എന്നിട്ട് അവരും അവിടെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് നല്ല വെള്ളമൊക്കെ അടിക്കുന്നു. അപ്പോൾ അജാസ് പറഞ്ഞു, സാർ ഇപ്പോൾ ഈ ലെവലിൽ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്, ഇനിയിപ്പോൾ സാർ കുടിക്കണ്ടെന്ന് പറഞ്ഞു. തനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജാസിന് കുറേ ക്ലാസ് എടുത്ത് കൊടുക്കുക ഗോവിന്ദ്. സാറേ, എനിക്ക് വർഷങ്ങളായി സാറിനെ അറിയാം, അപ്പോഴുള്ള ഗോവിന്ദ് മാധവല്ല ഇപ്പോഴുള്ളതെന്നും സാർ ഒരുപാട് മാറിപ്പോയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജീവിത സാഹചര്യങ്ങളൊക്കെ ഗോവിന്ദും അജാസിനോട് പറയുക. അങ്ങനെ ഇവർ തമ്മിലുള്ള ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ സംഭവിക്കുന്നു. എന്നിട്ട് അടുത്തത് ഇങ്ങനെ മേടിച്ച് കുടിച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അങ്ങനെ കുടിച്ച് നമ്മുടെ ഗോവിന്ദൻ ലെവൽ തെറ്റി. പിന്നെ ഗീതുവിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഗീതു മാം സാറിൻ്റെ ജീവിതത്തിൽ നിന്നും പോകാനായിട്ട് തയ്യാറാകുന്നില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും ഗീതു ഒരിക്കലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല, ഞാൻ ഗീതുവിനെ സ്നേഹിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അജാസിനോട് പറയും കേട്ടോ നമ്മുടെ ഗോവിന്ദ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ വല്ലാതായി. മദ്യ അകത്ത് ചെന്നിട്ട് വേണം എനിക്ക് അവൾക്ക് അരികിൽ ചെല്ലാനെന്നും അതുപോലെ അവളോട് രണ്ടെണ്ണം പറയാനെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ നമ്മറിക്കുക അവളെ ഇട്ട് ഞാൻ ചവിട്ടി അരയ്ക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞാണ് ആശാൻ പറയുന്നത്. അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് അവൾ കരയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊന്നും അജാസിന് അറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ സ്ത്രീകളെ ആഴത്തിൽ പഠിച്ചിട്ടില്ലെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം.
അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് എന്തോ കടന്നു വന്നു. അപ്പോൾ ആ എന്തോ ഒരു വലിയൊരു മിസ്റ്റേക്ക് നമ്മുടെ ഗോവിന്ദൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. ഗോവിന്ദൻ പിന്നെ കുറേ നേരത്തേക്ക് സ്റ്റക്കായിപ്പോയി. എന്താ സംഭവം എന്നൊന്നും മനസ്സിലായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗോവിന്ദ് തനിച്ചെഴുന്നേറ്റ് പോവുക. അപ്പോൾ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. സാർ അങ്ങോട്ട് പോവുകയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പോവുകയാണ്, അജാസ് എൻ്റെ കൂടെ വരണ്ടാന്നും പറഞ്ഞു. അപ്പോൾ അജാസ് ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് കുറേ നിർബന്ധിച്ചെങ്കിലും ഗോവിന്ദ് അതൊന്നും കേട്ടില്ല കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും അവിടെ ഇങ്ങനെ കഴിഞ്ഞ് ഗോവിന്ദ് ഇങ്ങ് പോന്നു. അജാസ് ഇങ്ങനെ അവിടെ വല്ലാണ്ട് ഇതായിട്ട് നിൽക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഗീതുവിനെ. ഗീതു കഥക്ക് തുറന്നിങ്ങനെ വരും. എനിക്ക് എന്താ പറ്റിയത് എന്നൊക്കെ ഇങ്ങനെ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിന്ന് ചിന്തിക്കുക. എന്നിട്ട് ഇങ്ങനെ തൂണയിൽ പോയി കെട്ടി നിൽക്കുന്നു, അവിടെ പോയി കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അങ്ങനെ ആ ഒരു ഇതൊക്കെ. അപ്പോൾ മകൾ ഇങ്ങനെ മയക്കുമരുന്ന് കഴിച്ചിങ്ങനെ കിറിഞ്ഞ് നടക്കുന്ന സമയത്ത് 50 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ഗീതുവിനെ കൊണ്ട് ഒപ്പിടിക്കാൻ വേണ്ടി അച്ഛനും അതുപോലെ അമ്മയും കൂടെ വരുന്നു. അപ്പോൾ നമ്മുടെ രാധികാമ്മ തരുന്ന 50 ലക്ഷം രൂപ നമുക്ക് കൈപ്പറ്റാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ രണ്ടുപേരും കൂടെ പേപ്പറുമായിട്ട് ഗീതുവിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഉള്ള നുണയൊക്കെ പറഞ്ഞതേ ഒപ്പിടിക്കാനായിട്ട് നോക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ഗീതു 8ൻ്റെ പണി അവർക്ക് കൊടുത്തത്. ഗീതു ഏത് അബോധാവസ്ഥയിലാണെങ്കിലും ഒപ്പിടാനൊന്നും ഗീതുവിന് കിട്ടത്തില്ല. അപ്പം അങ്ങനെ മകളുടെ ആ ഒരു ഉപബോധ മനസ്സിലെ ആ ഒരു ഇതേക്കിനെ കുറിച്ചൊക്കെ ഓർത്ത് അച്ഛനും അമ്മയും കൂടെ അന്താളിച്ചിങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.